മതിയോ? നീ എടുത്തോ തനിച്ച്. എന്താ അതിന്റെ ഒരു മണം? കൊള്ളാം. കണ്ടാ ഇതേ ബീഫ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടാലറിയാം. വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ തന്നെ അതിൽ എരിവ് എത്ര ഉണ്ട്, ഉപ്പ് എത്ര ഉണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ പോത്തുകറി വെക്കണ കാര്യ പോത്തേ ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇതെങ്ങനെ ഇന്നലെ കൊണ്ടുവന്ന കറി കണ്ടില്ലേ? പോത്തിന് തച്ചു വന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച പോലെ. വയസ്സുകാലത്ത് എന്നെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, അത്രേ ഉള്ളൂ. അവന്റെ ഭാര്യ ചുമ്മാ ഇരിക്കണം. അതിനു വേണ്ടിയല്ലേ നീ എന്നെ കൊണ്ട് ചെയ്യും? അല്ല ചേച്ചി, അവിടെ നിന്ന് അത് തിന്ന് മടുത്തു. ഞാൻ ഇവിടെ ചൂരയും ബീഫൊക്കെ കൊണ്ടുവരണം എന്തിനാ? എൻ്റെ ചേച്ചിയുടെ കൈ കൊണ്ട് ഇതുപോലെ ഭംഗിയായിട്ട് വെച്ചിട്ട് നോട്ടെ. ഇങ്ങനെ വെച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. അവിടെ തിന്ന് മടുത്താ പിന്നെ ഇവിടെ വന്നിട്ട് കഴിയിട്ട് കറി ഒന്നും പറയണ്ട. മാമ സത്യം പറഞ്ഞ ഇന്നലെ ചൂടായ എൻ്റെ പൊരുൾ എനിക്ക് ഇപ്പോഴാ മനസ്സിലായി. ഇന്നലത്തെ കറി കാശിനും കൊള്ളത്തില്ല. എന്ത് ടേസ്റ്റ് വേണോ? തങ്കച്ചേട്ടത്ത് ഇതിൻ്റെ റെപ്പിസി എന്തായാലും അതൊന്ന് ചോദിച്ചു വെച്ചേക്കണേ. നമുക്ക് ക്ലീറ്റോ ചേട്ടൻ വരുമ്പോൾ നമുക്ക് ബീഫ് പൊടിച്ചോ. ഈ ബീഫ് ഇന്നലെയാണ് കിട്ടിയെങ്കിൽ ആ പൊറാട്ട എത്ര ഭംഗിയിട്ട് കഴിക്കാറുന്നില്ലേ? ഇരുവാണ് ഞാൻ കഴിക്കാൻ. ഇനി മേലെ ഇവിടെ വന്ന അടുക്കള കയറിയിട്ട് കറിയിൽ കൈയിട്ട് മന്ദരുത്. ഇവിടെ വന്നാൽ ഇതുപോലെ ചേച്ചി വെച്ചോളൂ. നമ്മൾ മുതിർന്ന കാരണവരിക്കുമ്പോൾ അവരോടൊന്ന് ചോദിക്കണ്ടേ മാമി? ഒരു വകയില്ലാതെ ചാടി കയറി എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടാക്കും. അതല്ലേ ഈ കുഴപ്പം. തിന്നെ നല്ലതുപോലെ. ചേച്ചിയെ ഓ സന്തോഷമായി. ബീഫ് നിറഞ്ഞ പാവത്തിന്റെ കണ്ണ് നിറഞ്ഞ് നല്ല ഭക്ഷണം കഴിച്ചപ്പോ എന്റെ കൊടുക്കണം നിറയും ഇങ്ങനെ. നോക്കണ്ട, മതി. അവളല്ലല്ലോ ഉണ്ടാക്കിയത്, പിന്നെന്ത്? കഴിച്ചോക്കടി. അല്ല അവിടെ അടുക്കള ഇരിപ്പുണ്ട്, ഇത് തികയത്തില്ല. നിനക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? ഇതുപോലത്തെ കറി നീ ഇതുവരെ അവിടെ വെച്ച് കൂട്ടിയിട്ടില്ലല്ലോ. അവിടെ നിന്ന് കഴിച്ചില്ല, ഇവിടെ വരണം. നല്ല കറി ഇഷ്ടമായി. ഇത് വളരെ ഇഷ്ടപ്പെട്ടല്ലോ നിനക്ക്. എന്നാ നിറച്ചങ്ങോട്ട് വരുത്തിന്നെ. അപ്പോഴേ വളരെ ഇഷ്ടപ്പെട്ടല്ലോ. ഈ കറി വെച്ചത് ഞാനല്ല. പിന്നെ അത് ബീഫ് കോരിയിടാം അങ്ങോട്ട്. ഇനി ഇത്രേ ഉള്ളൂ കാര്യം. കുറച്ച് ബീഫും കൂടെ എടുക്കട്ടെ? എനിക്കെപ്പോഴേ മാമിയുടെ ഒരു ടേസ്റ്റിനകത്ത് കിട്ടിയായിരുന്നു. ഓ കഴിക്ക് വേഗം കഴിക്ക്. ഇങ്ങനെ ഒരു പാവത്തിനാണോ മാമ രാവിലെ ഇത്രയും പോഴത്തം പറഞ്ഞ്? എടാ, നിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? കറിയുടെ കുഴപ്പമല്ല നിനക്ക്, നിന്റെ മനസ്സിനാ കുഴപ്പം.